ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് ബിസിയായി പോയേ, അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്ന് കുറച്ച് വെയിലുള്ള ദിവസമാണ്, പക്ഷെ ചൂടൊന്നും ഇല്ല കേട്ടോ. കാറ്റ് വീശുമ്പോൾ നല്ല തണുപ്പുമുണ്ട്. എൻ്റെ പുതിനയുടെ ചെടിയൊക്കെ നന്നായിട്ട് ഇപ്പം കിളുത്ത് വരുന്നുണ്ട്. ആ കാണുന്നത് തുലിപ്പാണ്. ആ ഒരു യെല്ലോ കളർ കണ്ട, ഇതിൻ്റെ അകത്ത് നല്ല ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. മരങ്ങളിലും ഒക്കെ ഫുള്ള് പൂക്കളായിരിക്കും. ഇനി കാണാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. ഈ മാസം അടുത്ത മാസമൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അവിടെ ഒരു ആപ്പിൾ ട്രീ ഉണ്ട്, അതിലൊക്കെ പൂക്കൾ ഇട്ടിട്ടുണ്ടേ. ഞാൻ ഇന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സെല്ലാം പുറത്തെടുത്ത് വെച്ചത് ഉണക്കാനായിട്ട്. ഇന്ന് അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട്. ഇത് നമ്മുടെ നാട്ടില് നമ്മുടെ മതിലിലൊക്കെ കാണുന്ന ഈ ഒരു ചെടി അറിയാവോ എല്ലാവർക്കും? നമ്മളിത് രണ്ടെണ്ണം പറിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കളിക്കുമായിരുന്നു. അങ്ങനത്തെ ചെടിയാണ്. പക്ഷെ ഇത് ഒട്ടും കട്ടിയില്ല കേട്ടോ, അങ്ങനെ വെട്ടാൻ പറ്റൂല. അതേപോലത്തെ ഒരു ചെടി തന്നെ. ഹലോ സൈറു. ചെറുതായിട്ട് സൈറു കുട്ടിക്കാ തണുക്കുന്നുണ്ടോ അച്ഛന്? അകത്ത് കയറിക്കോ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ബട്ടർ നാൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ കറിയുടെ ഫ്ലേവർ ഉള്ള ഒരു കറിയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള സോൾട്ട് ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതിന്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് യോഗോട്ടും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത യോഗോട്ടാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പൊ 2 ടീസ്പൂൺ യോഗോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മെൽറ്റഡ് ബട്ടറും കൂടിയാണ് വേണ്ടത്. ഇനി നമുക്ക് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ച സവോള ആഡ് ചെയ്ത് കൊടുത്തേ. സവോള ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ, ഒത്തിരി വഴറ്റണമെന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അജായിക്ക് ഇവിടെ കോഫി ഉണ്ടാക്കി തരുവാണേ. അപ്പൊ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കോഫി കുടിക്കാനായിട്ട് ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യണേ. ഞാനിപ്പോ ഈ ഒരു ടൈമില് നമ്മുടെ ഗരം മസാല ഉണ്ടാക്കിയെടുത്ത് എൻ്റെ കയ്യിൽ തീർന്നായിരുന്നു പൊടി.
ഇനി ഈ പൊടിയൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിയുമ്പം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാവേ. കണ്ടോ, നല്ല അടിപൊളി കോഫിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. ഈ ഒരു കോഫി നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഈ ഒരു മുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തന്തൂരി ചിക്കൻ്റെ മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഇവിടുത്തെ അടുത്തുള്ള ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പൊ അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു മസാല കൂട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതും ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് ഗ്രില്ല് ചെയ്യാനാണ് കേട്ടോ, ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ. നേരത്തെ മസാല പിടിച്ചു വെച്ച ആ ഒരു ജാറില്ലേ, ആ ഒരു ജാറിലേക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു സവോളയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഫസ്റ്റിൽ അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് അരച്ച് കഴിഞ്ഞിട്ട് വേണം ഒരു സ്വല്പം വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാവേ. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു കിട്ടുവേ. നമ്മൾ ഫസ്റ്റില് വെള്ളം ഒഴിക്കാതെ തന്നെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇത് അരഞ്ഞു കിട്ടൂല. ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാണേ. ഇപ്പൊ ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇത് ഞാൻ നേരത്തെ അരച്ചു വെച്ച ഒരു മിക്സ് ആണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ ആ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തില്ലേ, അതിന്റെ താഴത്ത് വന്ന ആ ഒരു ചിക്കൻ സ്റ്റോക്കും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഈ ഒരു സ്റ്റോക്കാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കറിക്ക്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഇത്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് ബട്ടറും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ഒരു കറിക്ക്. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുമാണ്, ഒത്തിരി പണിയില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ മാവ് ഇവിടെ ചെറുതായിട്ടൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോ 2 മണിക്കൂറല്ല, ഏകദേശം ഒരു 3.5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാനിതിവിടെ കുഴച്ച് വെച്ചിട്ട്. കാരണം ഞാൻ കറി ഉണ്ടാക്കാനായിട്ടും ബാക്കിയുള്ള എല്ലാം ഉണ്ടാക്കാനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരുന്നു. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 3.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് അത്യാവശ്യം വലിയ ബോൾസ് ആക്കണം കേട്ടോ.
അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നമുക്കിത് കറക്റ്റ് സർക്കിൾ വേണമെന്നില്ല കേട്ടോ, ഓവൽ ഷേപ്പിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാവേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഓവൽ ഷേപ്പിലുള്ളതല്ലേ കിട്ടാറുള്ളത്, അപ്പം ആ ഒരു ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ലേ. അപ്പൊ ഇത്രയും തിക്ക് വേണോന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്രയും തിക്ക് കാണാറുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും തിക്കിൽ തന്നെയാണ് കേട്ടോ ഞാനിത് പരത്തിയെടുക്കുന്നത്. ഈ പരത്തുന്ന ഈ ഒരു തിക്നെസ് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആരെങ്കിലും ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ, ഇതിന്റെ തിക്നെസ് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. ഇതിപ്പം ചുട്ടു നോക്കിയിട്ട് ഏകദേശം കറക്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഓരോന്നും ചുട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബട്ടർ തേച്ച് കൊടുക്കണേ. ആ ചൂടോടെ തന്നെ ബട്ടർ തേച്ച് കൊടുക്കണേ. ഇതിപ്പം ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുണ്ട്, നല്ല തിക്കായിട്ടുള്ള കറിയാണേ. ഞാനിവിടെ മൈക്ക് ഓണാക്കാൻ മറന്നുപോയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫുഡ്. അപ്പം ഈ ഒരു ബട്ടർ നാൻ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, ഇതിന്റെ തിക്നെസ് കറക്റ്റ് ആണോ എന്ന്. പിന്നെ ഈ ഒരു ബട്ടർ നാൻ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മാക്സിമം 3 മണിക്കൂറെങ്കിലും ആ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അതിനുശേഷമേ പരത്താവുള്ളൂ കേട്ടോ, എങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോ നല്ല ഒരു ബ്രെഡ് പോലെ തന്നെ ഇതിന്റെ ഉള്ളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. ഇപ്പം പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കറിയുമാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കറിക്ക്. കണ്ട ചിക്കനും ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയതാണേ. പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ഇച്ചിരി വെയിലുള്ള ദിവസമാണെന്ന്. പക്ഷെ കാറ്റ് വീശുമ്പം നല്ല തണുപ്പുണ്ടേ. ഈ ഒരു പൂവുണ്ടാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ അടുത്തായിട്ട് തന്നെ. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള പൂക്കളൊക്കെ കാണാനായിട്ട്. ഇപ്പം ഞങ്ങൾ പാർക്ക് എത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അവിടെയല്ല പോയത്, കുറച്ചങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു പാർക്കിലാണ് വന്നേക്കുന്നത്. ഇത് ഇവിടെയൊക്കെ തുലിപ്പും അതേപോലത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ബാക്കിയുള്ളതിൻ്റെ ഒന്നും പേരറിയില്ല. നമ്മളിതൊന്നും പറിക്കാൻ പാടില്ല കേട്ടോ. പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഫൈൻ കൊടുക്കേണ്ടി വരുവേ. ഇത് ഈ കാണുന്നതും ഒരു കിൻഡർ ഗാർഡൻ ആണേ. ഇത് ഇവിടെയൊക്കെ കുറേ കളറുണ്ടേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട്. ഇപ്പൊ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. ഇപ്പൊ മഴക്കാറും ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നു ഒരു കോഫി ഉണ്ടാക്കി. ഇനി കുറച്ചു നേരം TV കാണാം.
ഇപ്പം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടേ. ഇപ്പം രാത്രിയിലത്തെ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഈ ഒരു ചപ്പാത്തിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു ചപ്പാത്തിയും പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ കറിയുണ്ട്, ആ കറിയും കൂടിയായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കറി ഏതിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാവേ. ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ടേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.